180 ഡേയ്സ് ചലഞ്ച് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ട് 29 ദിവസമായിടാ. ഞാൻ സക്സസ്ഫുള്ളി 29 ദിവസം ഇന്ന് കംപ്ലീറ്റ് ചെയ്യാണ്. ഐ എം സോ പ്രൗഡ് ഓഫ് മൈസെൽഫ്. എത്രയൊക്കെ അൺകംഫർട്ടബിൾ ആയിട്ടും റെസിസ്റ്റൻസ് വന്നിട്ടും ഗിവ് അപ്പ് ചെയ്യാൻ തോന്നിയിട്ടൊക്കെ ഞാൻ എനിക്ക് വേണ്ടി എല്ലാ ദിവസവും ഷോപ്പ് ചെയ്യാറുണ്ട്. എനിക്ക് എത്ര മടിയാണെങ്കിലും ഉണ്ടല്ലോ, എനിക്ക് ഞാൻ കൊടുത്തിട്ടുള്ള ടാസ്കുകൾ ചെയ്ത് തീർക്കാതെ ഞാൻ അന്നത്തെ ദിവസം ഉറങ്ങാറില്ല. എനിക്ക് ഭയങ്കര പ്രൗഡാണ് എന്നെ ഓർക്കുന്ന സമയത്ത്. പണ്ടൊക്കെ ഞാൻ എന്തെങ്കിലും ഒരു അൺകംഫർട്ടബിൾ ആവുന്ന സമയത്ത് ഇട്ടിട്ട് ഒരുപാട് എക്സ്ക്യൂസ് ഒക്കെ പറഞ്ഞിട്ട്, പക്ഷെ കഴിഞ്ഞ 29 ദിവസം ഒരു ഇമോഷണൽ റോളർ കോസ്റ്ററിലൂടെ ആയിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത്. ഭയങ്കര അൺകംഫർട്ടബിൾ ആവുന്നുണ്ടായിരുന്നു. പക്ഷെ എന്നാലും എന്തൊക്കെ വന്നിട്ടും ഗിവ് അപ്പ് ചെയ്യാതെ ഞാനിങ്ങനെ മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. എനിക്ക് ചെറിയ രീതിയിൽ ഗ്രോത്ത് കാണാൻ പറ്റുന്നുണ്ട്. വലിയ വിസിബിൾ ഒന്നുമല്ല, പക്ഷെ ഇന്റേണലി എനിക്ക് ഒരുപാട് ഷിഫ്റ്റ് വന്നു. അതുപോലെ തന്നെ എൻ്റെ സ്കിൽസ് ആണെങ്കിലൊക്കെ ചെറിയ രീതിയിൽ ഇങ്ങനെ ഇമ്പ്രൂവ് ആവുന്നുണ്ട്. എന്താണെങ്കിലും ഞാൻ ഭയങ്കര പ്രൗഡാണ്. ഇന്നത്തെ ദിവസം എനിക്ക് കുറച്ച് ഹാർഡായിരുന്നു, ഞാൻ കുറച്ച് ഇറിറ്റേറ്റഡ് ആയിരുന്നു. എന്നാലും എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന പോലെ ഞാൻ എൻ്റെ ടാസ്കുകളൊക്കെ ചെയ്തു. എൻ്റെ സെൽഫിൽ ഞാൻ ഫോക്കസ് ചെയ്തു. ഐ എം സോ പ്രൗഡ് ഓഫ് മൈസെൽഫ്. സോ കഴിഞ്ഞ 29 ദിവസം കൊണ്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പ്രോപ്പറായിട്ട് നമ്മളോട് പറയുന്ന കാര്യങ്ങൾ കീപ്പ് ചെയ്ത് ഫോക്കസ്ഡ് ആയിട്ട് നമ്മുടെ സെൽഫിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റം വരും, ഉറപ്പായിട്ടും വരും. നമുക്ക് കഴിവില്ലാത്തതുകൊണ്ടോ ഒന്നുമല്ല നമ്മൾ ലൈഫിൽ സക്സസ്ഫുൾ ആവാത്തത്. നമുക്ക് കൺസിസ്റ്റൻസി ഇല്ലാത്തതുകൊണ്ടാണ്, നമ്മളോട് പറയുന്ന പ്രോമിസുകൾ കീപ്പ് ചെയ്യാത്തതുകൊണ്ടാണ് സെൽഫ് കോൺഫിഡൻസ് ഇല്ലാത്തത് എന്നൊക്കെ ഞാൻ റിയലൈസ് ചെയ്തു. എനിക്കിപ്പോൾ എന്നെ എന്തോ ഭയങ്കര ഇഷ്ടമാണ്. ഞാനുമായിട്ട് ഭയങ്കര ഒരു കണക്ഷൻ തോന്നുന്നുണ്ട്. ഒരുപാട് പുതിയ കാര്യങ്ങൾ ഞാൻ പഠിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് കാര്യങ്ങൾ അൺലേൺ ചെയ്യുന്നുണ്ട് ഈ പ്രോസസ്സിൽ. ബൗണ്ടറീസ് സെറ്റ് ചെയ്യാനും സെൽഫ് ലവും സെൽഫ് റെസ്പെക്റ്റ് ഒക്കെ പഠിച്ചു. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആസ് എ ഹ്യൂമൻ ബീങ് കുറേ എനിക്ക് ഇമ്പ്രൂവ് ആവാനുണ്ട്. എന്നോടും എൻ്റെ ചുറ്റുമുള്ളവരോടൊക്കെ കുറച്ചും കൂടെ സ്നേഹത്തോടും കരുണയോടൊക്കെ പെരുമാറണം. എനിക്ക് എന്താണെങ്കിലും ഈ ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തത് നന്നായി എന്നാണ് തോന്നുന്നത്. കാരണം ഞാനിങ്ങനെ പബ്ലിക്കായിട്ട് പറഞ്ഞുകൊണ്ടാണ് കുറച്ചും കൂടി ഒരു റെസ്പോൺസിബിലിറ്റി തോന്നുന്നതും ബ്രേക്ക് ആക്കാതെ ചെയ്യുന്നതും. എനിവേ ഞാൻ സക്സസ്ഫുള്ളി 29 ദിവസം കംപ്ലീറ്റ് ചെയ്യുകയാണ്. പിന്നെ ഇന്ന് ഞാൻ എൻ്റെ ബ്രദറിൻ്റെ കൂടെ സ്പൈഡർമാൻ മൂവി കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. മൂവി കൊള്ളായിരുന്നു. ഇന്ന് എനിക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ കുറച്ചൊരു ഇറിറ്റേറ്റഡ് ആയിരുന്നു ഞാൻ. ഭയങ്കര മഴയായിരുന്നു ഇന്ന് ഞങ്ങൾ പുറത്ത് പോകുന്ന സമയത്ത്. പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ബസ്സൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ വീട്ടിൽ വന്നിട്ടാണെങ്കിലും എനിക്ക് ചെയ്യേണ്ട ടാസ്കുകളൊക്കെ ഞാൻ ഒരു വിധത്തിൽ ചെയ്തു. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്, തലവേദന എടുക്കുന്നുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒന്നും ചെയ്യാനുള്ളൊരു മൂഡൊന്നും ഇല്ല. എന്നാലും എനിക്കൊരു പ്രോമിസ് കൊടുത്തതാണല്ലോ, അത് കീപ്പ് ചെയ്യണം. അത് എനിക്ക് എന്നെ ഇനി ബിട്രേ ചെയ്യാൻ വയ്യ. എനിക്ക് എൻ്റെ സെൽഫിനെ ഇനി സങ്കടപ്പെടുത്താൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ എത്രയൊക്കെ ബുദ്ധിമുട്ട് വന്നാലും ഇങ്ങനെ എന്നോട് കൊടുത്ത പ്രോമിസുകൾ കീപ്പ് ചെയ്യുന്നത്. എനിക്ക് ഈ ഒരു പേഴ്സണെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടു നടക്കണം. ആളെ ഇനി എനിക്ക് ചീറ്റ് ചെയ്തിട്ട് സങ്കടപ്പെടുത്താനൊന്നും പറ്റാത്തതുകൊണ്ടാണ് എനിക്ക് എത്രയൊക്കെ അൺകംഫർട്ടബിൾ ആയിട്ട് ക്ഷീണം വന്നിട്ടൊക്കെ ഞാനിങ്ങനെ ഷോപ്പ് ചെയ്യുന്നത്. എനിവേ ഐ എം സോ ഹാപ്പി ആൻഡ് ഐ എം സോ പ്രൗഡ് ഓഫ് മൈസെൽഫ്. ഓരോ ദിവസവും ഞാനുമായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റ് ആവുന്നുണ്ട്. എനിക്ക് എന്തോ ഭയങ്കര ഒരു സ്ട്രെങ്ത് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് ഞാനുണ്ട് എന്നുള്ളൊരു തോന്നല്. എനിക്ക് ഞാനുമായിട്ടൊരു നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ആവുന്നുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട്. ഈ ഒരു ജേർണി കുറച്ച് മെസ്സിയാണ്, ഭയങ്കര അൺകംഫർട്ടബിൾ ആണ്. എന്നാലും ഞാൻ എൻ്റെ ഈ ഒരു പ്രോസസ്സ് ഭയങ്കര എൻജോയ് ചെയ്യുന്നുണ്ട്. എൻ്റെ ഈ പഴയ ഹാബിറ്റ്സും പാറ്റേൺസ് ഒക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഒരു പുതിയ വേർഷൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. കോൺഫിഡൻ്റ് ആയിട്ടുള്ള, ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള, ഹാപ്പി ആയിട്ടുള്ള, നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വുമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്താണെങ്കിലും സന്തോഷമുണ്ട്. ഞാൻ എന്താണെങ്കിലും എനിക്ക് വേണ്ടി ഇങ്ങനെ ഷോപ്പ് ചെയ്യുന്നുണ്ടല്ലോ. എനിക്ക് ഇപ്പോൾ എൻ്റെ മൈൻഡ് സെറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തൊക്കെ വന്നാലും ഞാൻ ഇനി ഗിവ് അപ്പ് ചെയ്യത്തില്ല. ഈ ചലഞ്ചിൽ നിന്നല്ല, എൻ്റെ ലൈഫിൽ എത്ര തവണ ഞാൻ സീറോയിലായി പോയാലും എന്തൊക്കെ വന്നു കഴിഞ്ഞാലും ഞാൻ വീണ്ടും എണീറ്റ് നിൽക്കും. ഞാൻ മുന്നോട്ടേക്ക് പോകും, ഞാൻ പഠിക്കും. എൻ്റെ ലൈഫിൽ വരുന്ന ഓരോ ചലഞ്ചസും എനിക്ക് ഗ്രോ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസാണ്. അല്ലാതെ ഒരു വിക്ടിം മൈൻഡ് സെറ്റിൽ എനിക്ക് മാത്രം എന്താ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട് ഞാനിനി ഇരിക്കില്ല. അതാണ് ഞാൻ എടുത്തൊരു ഡിസിഷൻ. എന്താണെങ്കിലും സക്സസ്ഫുള്ളി 29 ദിവസം ഞാൻ കംപ്ലീറ്റ് ചെയ്യാണ്. ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. എൻ്റെ ബോഡിയിൽ നല്ല ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്ക് ക്യാമറ ആയിട്ടൊക്കെ ഇപ്പോൾ കുറച്ച് ഫ്രണ്ട്ലി ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. എനിക്ക് സംസാരിക്കാനൊക്കെ ഉള്ള മടി ചമ്മലൊക്കെ മാറുന്നുണ്ട്. കുറച്ചും കൂടെ സെൽഫ് ലവും സെൽഫ് അക്സെപ്റ്റൻസും സെൽഫ് ട്രസ്റ്റ് ഒക്കെ കൂടിയിട്ടുണ്ട്. എന്നാലും ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ എക്സൈറ്റഡ് ആണ് എൻ്റെ ഒരു പുതിയ വേർഷനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ ലൈഫ് മാറണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് പണിയെടുത്താൽ മതി, നമ്മളൊന്ന് അൺകംഫർട്ടബിൾ ആവാൻ റെഡി ആയാൽ മതി. നമ്മുടെ ടൈമും എനർജിയൊക്കെ നമ്മളിൽ തന്നെ ഒന്ന് ഫോക്കസ് ചെയ്താൽ മതി.
ലൈഫ് മാറും. നമ്മൾ ആസ് എ പേഴ്സൺ നമുക്ക് തന്നെ നമ്മുടെ ഒരു സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാവും. ഓരോ ദിവസവും എനിക്ക് എൻ്റെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇത്രയും റെസിലിയൻസ് ഒക്കെ എനിക്ക് ഉണ്ടായിരുന്നു ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കെന്താണെങ്കിലും നല്ല ഒരുപാട് മാറ്റങ്ങൾ കാണാൻ പറ്റുന്നുണ്ട്. എന്താണെങ്കിലും ഞാനിത് കണ്ടിന്യൂ ചെയ്യും, ബ്രേക്ക് ആക്കാതെ. ലൈഫിലാണെങ്കിലും എനിക്ക് കൊടുക്കുന്ന പ്രോമിസുകൾ ഞാൻ കീപ്പ് ചെയ്യും. സോ നിങ്ങളും നിങ്ങളെ സ്നേഹിക്കുക, നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു ജീവിതം ജീവിക്കുക, നിങ്ങൾക്ക് കൊടുക്കുന്ന പ്രോമിസൊക്കെ കീപ്പ് ചെയ്യാം. എല്ലാവരും സന്തോഷമായിരിക്കും, സമാധാനമായിരിക്കും. ഐ വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. എല്ലാവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം ജീവിക്കാൻ പറ്റട്ടെ. എന്താണെങ്കിലും നമ്മളെല്ലാവരും നല്ലൊരു മനുഷ്യനായിരിക്കാൻ ശ്രമിക്കുക, സ്വയം സ്നേഹിക്കുക, ചുറ്റുമുള്ളവരെ സ്നേഹിക്കുക. നിങ്ങൾ ഈ ഭൂമിയിൽ വളരെ കുറച്ച് സമയമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഇവിടെ കൊടുത്തിട്ട് പോവുക. നമ്മളിവിടുന്ന് പോയി കഴിഞ്ഞാലും മനുഷ്യർ നമ്മൾ ഓർക്കുന്ന സമയത്ത് ഒരു സന്തോഷത്തോടെ എല്ലാവരും ഓർക്കട്ടെ. അല്ലാതെ ആരും നമ്മളെ ഓർക്കുന്ന സമയത്ത് ഒരു പെയിൻഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ഒന്നും ഉണ്ടാവാതിരിക്കട്ടെ. സോ ഇന്നത്തെ ദിവസം ഞാൻ സക്സസ്ഫുള്ളി എൻഡ് ചെയ്യാണ്. സോ നാളെ കാണാം. ബൈ.